ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹൽറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ബഹല്ലിൽ ഖുബ്ബത്തിൽ ഹൽറായിൽ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി. കരളിന്റെ കരളായ ത്വഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിന്റെ വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാം. വഹല്ലി മൗലിദി ഖുർറത്തിൽ ഐനൈനി അശ്റഫി ഖൽഖില്ലാഹ് അഹ്മദ് ത്വഹ റസൂലില്ലാഹ്. കണ്ണാലെ കണ്ടില്ല, കാതാലെ കേട്ടില്ല, കാലം പിറന്നില്ല. കേവലം 3 മിനിറ്റ് മുമ്പ് വരെ കാണലും കൂടലുമൊക്കെ നിഷിദ്ധമായിരുന്ന 2 കുടുംബത്തിനെയാണ് ഒരു അറബി വാചകത്തിലൂടെ ചേർത്തിരിക്കുന്നത്. ഉസവ്വിജുക, സവ്വജതുക എന്ന് പറയുന്ന ഏക പദത്തിലൂടെ ചേർത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അറബിയിൽ ആണിന് സൗജി എന്നും പെണ്ണിന് സൗജത്ത് എന്നാണ് പറയാറുള്ളതെങ്കിലും നിക്കാഹിൻ്റെ അവസരങ്ങളിൽ വധുവിനെയും വരനെയും ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് പറയാതെ ഒരു പദം മാത്രമേ പറയുന്നുള്ളൂ. ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും രണ്ടല്ല, 2 പേരും ഒന്നാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഈ ഒരു നിമിഷത്തിന് ശേഷം ഉപ്പാക്ക് മോളെ നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഏൽപ്പിച്ചു തരുന്നത്, അലാമ അമറല്ലാ, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ കാണലും തൊടലും എല്ലാം നിഷിദ്ധമായിരുന്ന ഒരു കുഞ്ഞിനെ ഒരാളും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് ഏൽപ്പിച്ചു തരികയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ അവരുടെ മുമ്പിലുണ്ടാവും. തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടാകും, എനിക്ക് വരനായി കിടന്ന കൂട്ടുകാരൻ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ഇത് രണ്ടും പൂർണ്ണമായി നടന്നോളണമെന്നില്ല. ഒരു 70% ഉണ്ടാവുള്ളൂ. അതിന് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കുറേ ആളുകൾ ഉണ്ടാവും, ഓരോട് ചോദിച്ചു നോക്കിയാൽ പറയാം അതൊക്കെ അങ്ങനെയാണോ, അപ്പോൾ അവരൊക്കെ പറയാം അതൊക്കെ അങ്ങനെ തന്നെ ചങ്ങായി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോവലാണ്. ഇതാണ് കുടുംബജം. പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹുവിൻ്റെ വിവാഹം നടക്കുകയാണ്. ഏറ്റവും പ്രൗഢമായ ഒരു വിവാഹമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമോൾ ഫാത്തിമ ബീവിയാണ് പ്രിയപ്പെട്ട അലി റളിയല്ലാഹുവിനെ വിവാഹം കഴിക്കുന്നത്. രണ്ടാളും വിവാഹിതരായി. അങ്ങനെ ജീവിതത്തിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി ഗർഭിണിയായി. ഫാത്തിമ ബീവി ഗർഭിണിയായപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ഭാര്യമാർ ഗർഭിണികളായാൽ സ്വാഭാവികമായി ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ടാവും. പച്ചമാങ്ങ വേണ്ടി വരും, പുളിച്ചാറ് വേണ്ടി വരും, അങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്ന് ചിലപ്പോൾ അതൊന്നും ആവില്ല, ഇന്നിപ്പോൾ ചിലപ്പോൾ കുയ്മന്തിയോ അൽഫാമോ ബ്രോസൊക്കെ വേണ്ടി വരും, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടാണ്. ഏതായാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുന്നാരമോൾ ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അലി, ഞാനിപ്പോൾ ഗർഭിണിയാണ്, അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നിങ്ങൾ സഫലീകരിക്കണം. എന്തായിരുന്നു ആഗ്രഹം? ഒരു സുന്ദരമാകുന്ന ഈത്തപ്പഴമാണ് ചോദിക്കുന്നത്. ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധനയുണ്ട്, നല്ല തേനൊലിക്കുന്ന മധുരമുള്ള ഈത്തപ്പഴമായിരിക്കണമെന്നാണ് പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ ആഗ്രഹം. പ്രിയപ്പെട്ട അലി റളിയല്ലാഹു പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മോള് ഗർഭിണിയായപ്പോൾ ഈ ചോദിച്ച കാര്യം നിറവേറ്റി കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിൽ നോക്കി. കയ്യിൽ കാശൊന്നും ഇല്ല. ആ സമയത്ത് കയ്യിലുണ്ടാകുന്ന പണയം വെച്ച് ആ കാശ് കൊണ്ട് നല്ല സുന്ദരമാകുന്ന ഈത്തപ്പഴം വാങ്ങി ടൗണിലൂടെ ഒന്ന് നടക്കുമ്പോൾ, വഴിയിൽ വെച്ച് കൊണ്ടൊന്ന് സ്പീഡ് നടന്നപ്പോൾ ടൗണിൽ നിന്ന് ചോദിച്ചു, അലി, എന്താണ് സാധാരണഗതിയിൽ നടക്കുന്നതിനും സ്പീഡിലായി നടക്കുന്നത് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? വീട്ടിൽ വല്ല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഭാര്യ ഫാത്തിമ ബീവി, നിങ്ങൾക്കറിയാം മുത്തുനബിയുടെ മോളാണെന്നും അവളിപ്പോൾ ഗർഭിണിയാണ്, അതുകൊണ്ട് അവൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, ഒരു ഈത്തപ്പഴം വേണമെന്ന്. ആ ഈത്തപ്പഴം കൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അലി റളിയല്ലാഹുവിനോട്, അലി, ഞങ്ങൾ 3 ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല.
3 ദിവസമായി ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഈത്തപ്പഴം പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ കൂട്ടുകാർക്ക് സംഭാവന നൽകി. അങ്ങനെ ശൂന്യമായ കയ്യുമായി പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് ഈ 2 കുടുംബത്തിൻ്റെയും ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നത്. ശൂന്യമായ കൈയുമായി ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മുടെ ഒക്കെ ഭാര്യമാർ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളുമൊക്കെ ഏൽപ്പിക്കാറുണ്ട്. അത് മറന്നു ചെന്നാൽ അവർക്കൊരു ഡയലോഗ് ഉണ്ടാവും അല്ലേ. ഇന്നിപ്പോൾ ഈ നിക്കാഹിന് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു ഉദാഹരണമായി കുറച്ചൊരു മല്ലിപ്പൂച്ചപ്പവും പൊതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ആങ്ങളൊക്കെ വരുന്നുണ്ട്, അവർക്കൊരു ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞു കൽപ്പിച്ചോ. ഇത് മറന്നു പോയാൽ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഭാര്യമാർക്കൊരു ഡയലോഗ് ഉണ്ടാവും, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരെയും വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം മറന്നു പോരും. നിങ്ങളെ കുടുംബത്തിൽ നിന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾ മറക്കൂല. അങ്ങനെ തുടങ്ങി ഒരുപാട് ഡയലോഗ് ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ ഡയലി കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഓരോന്ന് ഉണർത്തണ്ട, ഓരോരുത്തർ കേൾക്കുന്നത് അവിടെ അർത്ഥം വെച്ചാൽ മതി. ഏതായാലും പ്രിയപ്പെട്ട ഫാത്തിമ ബിബി ഒന്നും മിണ്ടിയില്ല, സലാം പറഞ്ഞു, കൈ കൊടുത്തു, അങ്ങനെ അകത്തേക്ക് കയറിയിരുന്നു. 2 പേരും വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് മാവ് കുഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കി 2 പേരും മുഖാമുഖം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഭയമുണ്ട്. ഫാത്തിമ ഇപ്പോൾ ചോദിക്കും, ഞാൻ നിങ്ങളെ ഈത്തപ്പഴത്തിന് പറഞ്ഞു വെച്ചതല്ലായിരുന്നോ? ആ ഈത്തപ്പഴം എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോൾ വരുമെന്ന പേടി പ്രിയപ്പെട്ട അലി റളിയല്ലാഹുവിനുണ്ട്. പക്ഷെ ഒന്നും മിണ്ടിയില്ല. മുഖാമുഖം ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടുന്ന് പരിഹാരമാകും. അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ അസൂയയെക്കുറിച്ച് പഠനം നടത്തി. എങ്ങനെയാണ് അസൂയ ഉണ്ടാകുന്നത്? നമ്മുടെ വീട്ടിലൂടെ നമ്മുടെ അയൽവാസി ഒരു കാറ് വാങ്ങി, ആ കാറിനോട് നമുക്ക് വലിയ ഒരു അസൂയ വരുമ്പോൾ ആ അസൂയ വരുന്നത് എങ്ങനെയാണെന്ന് പഠനം നടത്തിയപ്പോൾ എനിക്ക് എൻ്റെ അയൽവാസിയോട് അസൂയ വരുന്നത് 41ഓളം വരുന്ന രശ്മികൾ എൻ്റെ കണ്ണിൽ നിന്ന് ആ കാറിമേക്ക് പതിയുമ്പോഴാണ് അവിടെ അസൂയ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ ഹസദു യഅ്കുലുൽ ജസദ. ഹസദ് ശരീരത്തിനെ കാർന്ന വലിയ ഒരു ക്യാൻസർ രോഗം തന്നെയാണ്. അതുകൊണ്ട് പഴയ കാലങ്ങളിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കും, കരിങ്കണ്ണാ നോക്ക് അല്ലേ. ഇപ്പൊ പിന്നെ കുറച്ച് പുരോഗമിച്ചപ്പോൾ മാഷാ അല്ലാ തബാറക്കല്ലാ എന്നൊക്കെ ആയി. മാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാരും ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബിബി ചോദിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമ, ഞങ്ങൾ എന്നെ ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു വെച്ചതാണല്ലോ, പക്ഷേ ഈത്തപ്പഴം ഇല്ലാതെ വന്നിട്ട് എന്താ നിങ്ങളൊന്നും ചോദിക്കാതിരുന്നത്? അവിടെ മറുപടി പറഞ്ഞു ഫാത്തിമ ബീവി, അലി, നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല, ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും, അതാണ് നമ്മളെ പൊതുവെള്ള പരിപാടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈത്തപ്പഴം ചോദിച്ചാൽ നിങ്ങൾക്കത് പ്രയാസമാകും, എന്തെങ്കിലും ഒരു തട്ടുത്തരം എന്നോട് പറയും. നിങ്ങൾ പറയുമ്പോൾ ഞാൻ വെറുതെ കൂല, തിരിച്ചിങ്ങോട്ടും പറയും. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് അതിന് പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. ഇതാണ് ഈ കുടുംബത്തിനോട് പറയാനുള്ളത്. സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ജീവിതത്തിലുണ്ടാകും. എല്ലാം ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ഒതുക്കാൻ പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിലുണ്ടാകണമെന്നാണ് ഇൻഷാ അല്ലാഹ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിൻ്റെയും വലിയ ഒരു ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു കുടുംബത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇരു കുടുംബത്തിൽ നിന്നും ഈ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ട പലവരും മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാൻ നവ ദമ്പതിമാർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു നല്ല ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഈത്തപ്പഴമല്ല, അണ്ടിപ്പരിപ്പല്ല, മുന്തിരിയല്ല, ഫോട്ടോ ഒന്നും അല്ല കൊടുത്തത്. അവിടുന്ന് കൊടുത്ത ഒരൊറ്റ ഒന്നാണ്. അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന് ഇവർക്ക് കൊടുക്കാം. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ. എല്ലാവരും ചൊല്ലിക്കാട്ടെ. ബാറകല്ലാഹു ലക്കുമാ വബാറക ലക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ. ഇതായിരിക്കണം ഇന്ന് ഈ 2 പേരുടെയും മൊബൈലിലേക്ക് വരുന്ന സന്ദേശങ്ങൾ. പാബീവൻ പൂമുത്ത് വാഴും മദീന മലർവനിയിൽ ഒരു വട്ടം ചെന്നില്ല. മൽജവ മൻജവ മുർതഹൽ മുഷ്താഖി ഹിബ്ബസ ഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. തിരുനൂറെ കണ്ടൂരെ കാണുമ്പോൾ കരളുള്ളിൽ പിടയുന്നൊരു
ഹബീബൂരി കാണാനായി മധുവൂറും സ്വലവാത്തിൻ മന്ത്രത്താൽ കാത്തു കിടപ്പാണ്. ത്വഹ വയാസീൻ വഹമീം നബിയൂന ഉൻസുൽ ഗരീബീന അബ്യള മൗല സ്വാലിഹീന. ഇൽമില്ല അമലില്ല ഇഷ്കെന്തെന്നറിയില്ല പാവം ഫക്കീറാണ്. തിരുമുമ്പിൽ കാണിക്ക വയ്ക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ലാതെന്താണ്. സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തിൽ